ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള ഭാഗങ്ങളിൽ എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിലും ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. വചനം പറയുന്നു, ഏകൻ്റെ ലംഘനത്താൽ പാപം വന്നു, ഏകൻ്റെ ലംഘനത്താൽ മരണം വന്നു. എന്നാൽ യേശുക്രിസ്തുവിനാൽ കൃപയും അനേകരെ മോചിപ്പിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. കർത്താവിലൂടെ യേശുക്രിസ്തുവിലൂടെ നീതീകരണവും കൃപയും പ്രാപിക്കുകയാണ്. ഏകൻ പാപം ചെയ്ത് മരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ നമ്മൾ നീതീകരണത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആദാം ഏദൻ തോട്ടത്തിനകത്ത് ഉടച്ചു കളഞ്ഞ ആ വലിയ പദ്ധതിയെ യേശുക്രിസ്തു കാൽവരിയിൽ തിരിച്ചു പിടിക്കുമ്പോൾ നമ്മളെല്ലാം ജന്മനാൽ പാപത്തിൽ ജനിച്ച് ദൈവം ഈ ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിലേക്ക് കർത്താവ് നമ്മളെ നടത്തുമ്പോൾ ആ ക്രൂശിനെ പിൻപറ്റി ജയാളിയായ കർത്താവിനെ പിൻപറ്റി ആ ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഏറ്റവും അധികമായി ജീവനിൽ വാഴും. വാസ്തവത്തിൽ പിശാചൊരുക്കിയത് തോട്ടത്തിനകത്ത് ആദാമിനെ ഹൗവയും തകർത്ത് കളയാനായിട്ട് ഒത്തിരി പരിശ്രമിച്ച് അകത്ത് കയറിയത് അവർക്ക് ദൈവം കൊടുത്ത ആ ദാനമായി കൊടുത്ത ജീവിതത്തെ ഉടച്ച് തോട്ടത്തിൻ്റെ പുറത്താക്കി. എന്നാൽ പുറത്താക്കപ്പെട്ട ആ കുടുംബജീവിതത്തെ കാൽവരിയുടെ കുലക്കളത്തിൽ മൂന്നാണിമേൽ തറയ്ക്കപ്പെട്ട് പിതാവിൻ്റെ കയ്യിലേക്ക് സ്വന്തം പ്രാണനെ കൊടുത്ത യേശു കർത്താവ് ഉടഞ്ഞുപോയ കുടുംബത്തെ, ഇല്ലാതായിപ്പോയ തലമുറകളെ തിരിച്ചു പിടിക്കാൻ സമൃദ്ധിയായി ജീവനിൽ വാഴേണ്ടതിന് സ്വന്തം പുത്രനെ കൊടുത്ത ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ കണ്ട് പ്രിയരെ, പാപത്തെ കുടഞ്ഞു കളഞ്ഞിട്ട് ആ രക്തത്തെ പിൻപറ്റി അന്ത്യം വരെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.